ഹായ് ഫ്രണ്ട്സ്, ഒരു കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ പിന്നെയും വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു അടിപൊളി ടേസ്റ്റിൽ കിടിലൻ റെസിപ്പി ആയിട്ടൊരു ബിരിയാണിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിരിയാണി ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ട് തന്നെയാണ് ഈ ഒരു വന്നിരിക്കുന്നതും. അപ്പോൾ നമ്മൾ ആദ്യമേ ഉരുളി വെച്ച് ചൂടാക്കി നെയ്യ് ഒഴിച്ചു. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമ്മൾ അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ആദ്യം ചേർക്കുന്നത്, നമ്മൾ ഈ ഒരു എണ്ണയായിരിക്കും നമ്മൾ മൊത്തത്തിൽ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഒരു 200 ഗ്രാം അണ്ടിപ്പരിപ്പ് നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒന്ന് മൊരിഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് കഴുകി വെച്ചേക്കുന്നത് നമ്മുടെ ഉണക്കമുന്തിരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും നമ്മൾ കഴുകിയതിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ. നമ്മൾ എത്ര എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ അത്രയും എന്താ പറയുക, വിശ്വസമായിട്ടൊരു സ്ഥലത്ത് നിന്ന് മേടിക്കണം അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളല്ലാതെ നമ്മൾ നോർമൽ വാങ്ങുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം വറുക്കാനായിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് അധികം അല്ലെങ്കിൽ മുന്തിരിയും അധികം മുരിഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മൾ എടുക്കാറുണ്ട്. ഒന്ന് ഒരു പരുവം നമുക്കറിയില്ല, ആ ഒരു പരുവത്തിൽ നമ്മൾ എടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് ഉള്ളിയും കൂടെ വറുത്തെടുക്കും. നമ്മൾ എടുത്തിരിക്കുന്ന ബിരിയാണിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് സാധനങ്ങളെല്ലാം മാറ്റുന്നത്. അപ്പോൾ ഞാൻ ഒരു സ്റ്റാൻഡേർഡ് സാധനത്തിൻ്റെ ഒരു കിലോ റൈസിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ബിരിയാണിയുടെ ഐറ്റംസിൻ്റെ ക്വാണ്ടിറ്റി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തത്. ഇത് നമ്മൾ 2 കിലോയ്ക്കാണ് വെച്ചേക്കുന്നത്. എന്നാൽ 1 കിലോയ്ക്കാണെങ്കിൽ ബാക്കി അതിൻ്റെ ഇഞ്ചി എത്ര എടുത്താൽ മതി നമുക്ക് സാധനങ്ങൾ ക്ലിയറായിട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഏകദേശം 2 കിലോയുടെ ഉള്ളിൽ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മൊത്തവും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ആ പ്രൊസീജിയർ മാത്രം കാണിച്ച് പോകുന്നുള്ളൂ. നമ്മളിത് ഉള്ളി ഫ്രൈ ചെയ്തിട്ടാണ് നമ്മളിത് ബിരിയാണി കറി വെക്കുന്നതും ബിരിയാണിക്ക് എല്ലാം ചെയ്തത്. അപ്പോൾ നമ്മൾ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്ത് നമ്മളെടുത്ത് മാറ്റി വെക്കുക. അപ്പം ഈ ഒരു ഫ്രൈ ഓണിയൻ തന്നെയാണ് നമ്മൾ കറിയിലേക്ക് ഉപയോഗിക്കുന്നതും ബിരിയാണി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഇതിൽ നിന്ന് ഉള്ളി വറുക്കുക എന്നുള്ളതാണ് നമുക്കത് ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത്. ഉള്ളി പെട്ടെന്ന് വറുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ തലേ ദിവസം വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം 2 കിലോകളുണ്ട്. 3 കിലോ അടുത്ത് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. 3 കിലോ ചിക്കൻ മേടിച്ചാൽ നമുക്ക് ഒരു 2.5 കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യുന്ന വീട്ടിലാണ് ഈ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളതിനകത്ത് മുളക് പൊടി, നമ്മുടെ ചിക്കൻ മസാല, പിന്നെ നമ്മുടെ വരുന്ന മല്ലിപ്പൊടി, പിന്നെ നമുക്കതിനകത്തേക്ക് വേണ്ടത് നമ്മുടെ ചിക്കൻ പൊരിച്ചതിൻ്റെ മസാലയും കൂടെ നമ്മൾ കുറച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ചിക്കൻ മസാലയും ചിക്കൻ പൊരിച്ചതിൻ്റെ മസാലയും നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അതിനകത്തേക്ക് ഉപ്പുപൊടി, ഇത്രയും നമ്മൾ ഇട്ടിട്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടെ നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ച് ചിക്കൻ സ്പെഷ്യൽ ഗരം മസാലയാണ് നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് തൈരും കൂടെ, അധികം പുളിയില്ലാത്ത തൈര് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. തൈര് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ചിക്കൻ കുറച്ചും കൂടെ പീസസ് കുറച്ചും സോഫ്റ്റും ജ്യൂസി ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ തൈരും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഈ ഒരു മസാല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം എന്നുണ്ടെങ്കിൽ ലേശം വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മസാല ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ മുഴുവനായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പം ഈ ഒരു മാരിനേഷൻ പ്രോസസ്സ് നമ്മൾ ചെയ്യുമ്പോൾ ചിക്കൻ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും. അപ്പം ഈ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ പോയി ഉള്ളി വറുക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ആ ഒരു ടൈം കൂടെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിൽ നമുക്ക് കുറച്ചും കൂടെ ലാഭം കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാലും കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഏതാണ് നമ്മുടെ ടൈം അനുവദിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചിക്കനാണ് നമ്മളിത് ഇവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നല്ലപോലെ ഫ്രൈ ചെയ്ത് അധികം നമ്മൾ അതിനെ മുരിപ്പിച്ചെടുക്കേണ്ട. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇനിയും പ്രോസസ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി ഫ്രൈ ചെയ്ത് ചേർക്കേണ്ട കാര്യമില്ല. ഒരു മിനിമം രീതിയിൽ നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് എല്ലാ ചിക്കനും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കി ഏകദേശം 2-2.5 കിലോ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തിൽ ഉള്ളിയും നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏകദേശം 2-3 കാര്യങ്ങൾ ഒരുമിച്ച് നമ്മൾ വീഡിയോയിൽ അങ്ങനെ ഡീറ്റെയിൽ കാണിക്കുന്നില്ല എന്നതേ മാത്രമേ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഫ്രൈ ചെയ്ത് നമ്മൾ കോരിയിട്ട് ഈ ഓയിൽ തന്നെയാണ് നമ്മളെടുക്കുന്നത്. ആ ഓയിൽ നമുക്ക് വേറൊരു പാനിലേക്ക് നമുക്ക് മാറ്റി പിടിക്കാം. അത് ആ ഫ്രൈയുടെ മസാലയൊക്കെ ഇരുന്നോട്ടെ. ആ പാൻ അല്ലെങ്കിൽ ആ ഉരുളി കുറച്ചിങ്ങനെ കരിഞ്ഞു പോയതാണ് നമ്മൾ മാറ്റിയത്. ഇതിനകത്ത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും കൂടെ നമ്മൾ ചതച്ചതാണ് ഈ ഇട്ടേക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും കൂടെ ചതച്ച് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇതും കൂടെ ഒന്ന് വഴറ്റി വരുമ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ കറി വെക്കാനുള്ളത്. അപ്പോൾ നല്ലതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. കഴിഞ്ഞാൽ നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ളി ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നില്ലെന്ന് പറഞ്ഞു. ഉള്ളി ഇന്നത് ചേർക്കാനുള്ള ഉള്ളിയാണ് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചത്. അതിലേക്ക് നമ്മൾ തക്കാളി ചേർക്കും. ഇത് 3 തക്കാളി ഇതിലേക്ക് അരിഞ്ഞത്
ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മളിതുകൊണ്ടാണ് സാധാരണ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ അങ്ങനെയായിട്ടാണ് ചെയ്ത്. ഇപ്പം അങ്ങനെയല്ല, നമ്മൾ ആ ഉള്ളി ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് അങ്ങനെ ചെയ്യും. അപ്പം നമ്മൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ, അല്ല തക്കാളിയും ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ വഴന്നതിന് ശേഷം നമുക്ക് കുറച്ച് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ആഡ് ചെയ്യും. കുറച്ച് ചിക്കൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഫ്രൈ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ ആ ഒരു ചിക്കൻ നമുക്ക് ഈ കറിയിലേക്ക് ഇട്ടുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. കാരണം ചിക്കൻ വേകാനായിട്ട് ഒരുപാട് ഒന്നും വേണ്ടി വരില്ല, കാരണം ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്ത് ചിക്കൻ ആയതുകൊണ്ട് പിന്നെ ഇപ്പം അല്ലാതെ കുക്ക് ചെയ്തുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ചിക്കൻ വേകാനായിട്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ നമുക്ക് ഇതാക്കി ഇട്ട് കൊടുക്കാം. ഈ ഇലയിലൊക്കെ ഇടുമ്പോൾ നമ്മൾ ചിക്കൻ പ്രത്യേക മണമായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം, സ്കിപ്പ് ചെയ്യാന്നുള്ളതാണ്, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ടാണ് ഒന്ന് തിള വരാൻ വേണ്ടി നമ്മൾ അടച്ച് വെച്ചേക്കുന്ന കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് ഒഴിച്ചാൽ മതി. ഇപ്പം അത് റെക്കോർഡായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞത്, കട്ടിയുള്ള തേങ്ങാപ്പാൽ. പിന്നെ അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ ഉള്ളിയും കൂടെ. ഇതാണ് നമ്മൾ ആകപ്പാടെ അതിനകത്ത് ഉള്ളി ചേർക്കുന്നത് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകിച്ച് എടുത്ത് ഫ്രൈ ചെയ്ത ഉള്ളി, നമുക്ക് പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ പൊരിച്ച ഉള്ളിയിൽ ചിക്കൻ കറി അല്ല ബിരിയാണി വെക്കുമ്പോൾ അല്ലെങ്കിൽ ചിക്കൻ കറി വെക്കുമ്പോൾ, ഇതിപ്പോൾ നിങ്ങൾ ബിരിയാണിക്ക് തന്നെ വേണമെന്നില്ല, അല്ലാതെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. നമ്മൾ പൊരിച്ച ഉള്ളിയിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ അതിനകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമ്മളിതിനകത്ത് ഇട്ട് കൊടുക്കും കറിയിൽ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതിനെ മാറ്റാം. ഇതിപ്പം ബിരിയാണിക്ക് അല്ലെന്നുണ്ടെങ്കിൽ ചപ്പാത്തിക്കായാലും പൊറോട്ടയ്ക്കായാലും എളുപ്പത്തിലായാലും എന്തിനായാലും ഇത് കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ പൊരിച്ച ഉള്ളിയും നമ്മൾ അണ്ടിപ്പരിപ്പും മസാലയാക്കിയിട്ട് ആ തേങ്ങാപ്പാൽ നമ്മൾക്ക് അധികം തിളപ്പിക്കണം, ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പം തേങ്ങാപ്പാൽ എന്ന് വെച്ചാൽ ഒത്തിരി ഒഴിക്കുകയും ചെയ്യും. ഒരു അരക്കപ്പ് തേങ്ങാപ്പാലിന് ധാരാളം മതി. കട്ടിയുള്ള പാലാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരിക, ഗ്രേവി ഒന്ന് കുറുകി നല്ല ടേസ്റ്റ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കുറവുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് നമുക്കിതിനൊന്ന് ഇറക്കി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ബിരിയാണിയുടെ ചോറിൻ്റെ പണിയുണ്ട്. നമുക്ക് ഞാൻ ഒരുപാട് വീഡിയോയിൽ ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബിരിയാണിയുടെ ചോറ് എങ്ങനെ എടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് കാണിച്ച് പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ചോറിൻ്റെ കാര്യങ്ങൾ നമ്മൾ തുടങ്ങാം. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നത്. കാരണം ഓൾറെഡി ഒരുപാട് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബിരിയാണിയുടെ പ്ലേലിസ്റ്റ് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ബിരിയാണിയുടെ വീഡിയോസിൽ നമ്മൾ ചോറ് പ്രിപ്പയർ ചെയ്യുന്ന രീതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, പെരിഞ്ചീരകം ഇതൊക്കെ നമ്മൾ ഇതിനകത്തിട്ടിട്ട് നമ്മൾ കുറച്ച് ഡാൽഡയോ നെയ്യോ നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒരു നാരങ്ങ നീരും കൂടെ ഒരു നാരങ്ങയുടെ ഫുൾ നാരങ്ങയുടെ നീരും കൂടെ നമ്മൾ ഇതിനകത്ത് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ഇതിനകത്ത് ഇടുന്ന അരി നല്ലതുപോലെ കഴുകിയിട്ട് വേണം നമ്മൾ ഇടാനായിട്ട്. എന്നിട്ട് നമ്മളൊരു 3/4 വേവിൽ ഇതിനെ കോരിയെടുക്കുകയാണ്, വറ്റിച്ചെടുക്കുകയല്ല, നമ്മൾ കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി എല്ലാ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഹൈദരാബാദി ബിരിയാണീൻ്റെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ അത് കാണിക്കുന്നില്ല. ഇത്രയും നമ്മൾ ചോറിനുള്ള പ്രിപ്പറേഷൻ ചെയ്യണം. അപ്പോൾ നമ്മളിതിനകത്ത് നേരത്തെ വെച്ച കറിയിൽ നിന്നും കുറച്ച് നമ്മൾ മാറ്റി വെച്ചു. നമ്മൾ ദം ബിരിയാണിയായിട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് വെജിറ്റബിൾ പുലാവും ചിക്കൻ കറിയായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കും. നമ്മൾ ഒരു 3 ഐറ്റം ചെയ്യുന്നുണ്ട്. വെജിറ്റബിൾ പുലാവ് ചെയ്യുന്നുണ്ട്, ചിക്കൻ ദം ബിരിയാണി ചെയ്യുന്നുണ്ട്, അതേപോലെ വെജിറ്റബിൾ പുലാവും ചിക്കൻ കറിയും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റി ഇട്ടിട്ട് അതിനകത്തേക്ക് നമ്മൾ റൈസ് ഇട്ട് ദം ചെയ്യാൻ. അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ വറ്റിച്ചെടുക്കാത്ത കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടുമ്പോഴത്തേനും ഒരു എന്താ പറയുക, ആ ഒരു ഫ്ലേവർ മൊത്തം ദം കിട്ടും നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ വറ്റിച്ചെടുക്കുക. ഇങ്ങനെ കോരി എടുത്തിട്ട് ആ ചൂടോടെ കൂടെ തന്നെ നമ്മൾ ദമ്മിനിടുക. അല്ലെന്നു ചോറ് തണുത്ത് പോയി കഴിഞ്ഞാൽ ആ ദമ്മിൻ്റെ ഒരു സുഖം കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ചൂടോടെ കൂടെ തന്നെ നമ്മൾ ആ കറിയിൽ നമ്മൾ ചോറിട്ട് എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ നിരത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്കുള്ളൊരു ഫില്ലിംഗ് ഉണ്ടല്ലോ ബിരിയാണിക്ക് ഇടുന്നത്. അപ്പോൾ നമുക്ക് ആ ഫില്ലിംഗ് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ മഞ്ഞളും വെള്ളവും കൂടെ നമുക്കിതിനകത്ത് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാലിൽ സാഫ്രൻ ഇട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് റെഡ് കളർ, നിങ്ങൾ കളർ വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഞാൻ ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുമ്പോഴും ഫോട്ടോസിനൊക്കെ കുറച്ച് ഭംഗിയായിരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ കളർ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ കളർ ചേർക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ജസ്റ്റ് ആ മഞ്ഞൾ കളർ മാത്രം മതി, നമ്മുടെ മഞ്ഞൾപ്പൊടി മാത്രം മതി. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫ്രൈഡ് ഓണിയൻ നമ്മളിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് എന്താ പറയുക, ഇലയും കാര്യങ്ങളും കൊണ്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി റെഡി. അത് ഒരു സാധനം വെച്ച് നമുക്ക് 3 സെർവ് ചെയ്യാം. അതാണ് എൻ്റെ ഒരു ഐറ്റം എന്ന് പറയുന്നത്. നമുക്ക് വെജിറ്റബിൾ പുലാവായിട്ട് സെർവ് ചെയ്യാം, ചിക്കൻ ദം ബിരിയാണിയായിട്ട് സെർവ് ചെയ്യാം, ജസ്റ്റ് പുലാവും ചിക്കൻ കറിയായിട്ടും സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളതിനകത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത് നമ്മളതിനകത്ത് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ മുകളിൽ കുറച്ച് ഇലയും കാര്യങ്ങളും കൂടെ
ഇത് നമ്മൾ ഫ്രൂട്ടി ട്യൂട്ടി ഫ്രൂട്ടി പൈനാപ്പിൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഇതൊക്കെ നമ്മൾ ഇട്ടിട്ട് ഏറ്റവും മുകളിൽ നമ്മൾ ലെയർ വെച്ച് അടച്ച് നമ്മളൊന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ദം ചെയ്യുമ്പം പ്രോപ്പർ ദമ്മിങ് ഇതല്ല, നമ്മൾ സൈഡിൽ മൈദാമാവ് വെച്ച് ഒട്ടിക്കണം, അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് വീട്ടിലേക്ക് ആയതുകൊണ്ട് ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നും നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് കനൽ മാത്രം മുകളിൽ കോരി ഇടുന്നേ ഉള്ളൂ. കാരണം ഓൾറെഡി റൈസ് ചൂട് റൈസായിരുന്നു, കറിയും അത്യാവശ്യം തണുത്തിൽ ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ദം ചെയ്യാൻ അത്രയും ഇത് മതി, ധാരാളം മതി. നമുക്ക് മൈദാമാവ് ഒട്ടിച്ച് അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അത് ഇറക്കിയതിന് ശേഷം നമ്മളൊന്ന് വെജിറ്റബിൾ പുലാവിനുള്ള പരിപാടിയും കൂടെ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കണം കേട്ടോ. നമ്മൾ ജസ്റ്റ് വീട്ടിൽ പറയുന്നതേ ഉള്ളൂ. നെയ്യ് മെൽറ്റ് ചെയ്ത് നെയ്യും കൂടെ ഒന്ന് എല്ലാത്തിനും ദമ്മിൽ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഒഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ റൈസ് ഇട്ട് അതിന് നമ്മൾ മറ്റേ ബിരിയാണി ചെയ്ത പോലെ തന്നെ നമ്മളതിനകത്തേക്ക് കളർ നമ്മുടെ മഞ്ഞളും വെള്ളവും കൂടെ കലക്കിയതും പിന്നെ നമ്മൾ റെഡ് കളറും കൂടെ നമ്മളതിനകത്ത് ഒഴിക്കുന്നുണ്ട്. ഇത് വെജിറ്റബിൾ പുലാവ്. കാരണം നമ്മുടെ വീട്ടിൽ പലരും പല സെക്ഷനാണ്. ഈ ചിക്കൻ കഴിക്കാത്തവരുണ്ട്, വെജിറ്റബിൾ മാത്രം കഴിക്കുന്നവരുണ്ട്, പിന്നെ ദം ബിരിയാണി കഴിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പം ആകെപ്പാടെ 3 രീതിയിൽ ചെയ്താൽ മാത്രമേ നമ്മുടെ ബിരിയാണി കറക്റ്റായി വരത്തുള്ളൂ. അപ്പോൾ നമ്മളിനി അതിനകത്ത് നമ്മുടെ ക്യാരറ്റും ബീൻസും വെജിറ്റബിൾസ് ഒന്ന് ഉപ്പിട്ട് ബോയിൽ ചെയ്ത് സീസൺ ചെയ്തിട്ട് നമ്മൾ എണ്ണ തൊട്ടിട്ടില്ല, ജസ്റ്റ് ഉപ്പും ക്യാരറ്റും ബീൻസും കൂടെ ഒന്ന് വേവിച്ചത്, അല്ലെങ്കിൽ സ്റ്റീം ചെയ്യാം. നിങ്ങൾക്ക് വേവിക്കണമെങ്കിൽ വേവിക്കാം, സ്റ്റീം ചെയ്യാം, എന്ത് വേണോ ചെയ്യാം. അതും കൂടെ നമ്മൾ ഇതിനകത്ത് നമുക്ക് ഗ്രീൻ ബീൻസ് ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ബീൻസും ക്യാരറ്റും മാത്രമേ ഒന്ന് ഇട്ടേ ഉള്ളൂ. അതിനകത്തേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫ്രൈഡ് ഓണിയനും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ലെവൽ ചെയ്ത് നമ്മൾ ഇലയും കൂടെ ഇട്ട് ലാസ്റ്റ് ടോപ്പ് ലെയർ നമ്മൾ ചോറും കൂടെ അതിനകത്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 3 രീതിയിൽ സെർവ് ചെയ്യാം. ബിരിയാണി സെർവ് ചെയ്യാം, വെജിറ്റബിൾ പുലാവായിട്ട് മാത്രം സെർവ് ചെയ്യാം, ഇനി വെജിറ്റബിൾ പുലാവും ചിക്കൻ കറിയും കൂടെ ആയിട്ട് നമുക്ക് അങ്ങനെ സെർവ് ചെയ്യും. അപ്പോൾ ഇതിനകത്തൊരു വെജിറ്റബിൾ കറിയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾ പുലാവും വെജിറ്റബിൾ കറിയും കൂടെ തന്നെ കൊടുക്കാം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ 3ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കൂടെ അതിൻ്റെ കോമ്പോട്ട് സാലഡ്, അച്ചാർ, പപ്പടം ഇതൊക്കെ ഓൾറെഡി ഒബിയസ്ലി ഇതിൻ്റെ കൂടെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മളിതിനകത്ത് ടോപ്പ് ലെയറിലും കൂടെ നമ്മൾ ഗാർണിഷ് ചെയ്തിട്ട് ഇത് നമ്മൾ നെയ്യ് മെൽറ്റ് ചെയ്ത് സൈഡിൽ വെച്ചേക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ മറ്റേതിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, വീഡിയോയിൽ കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാത്തിലും നമ്മൾ ദം ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മെൽറ്റഡ് ഗീ മണ്ടയ്ക്ക് ഒഴിച്ചിട്ട് വേണം നമ്മൾ ദം ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ഏറെക്കുറെയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുറച്ച് കനൽ കോരി വെക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് ധാരാളം മതിയാവും. നമ്മളെ ഒരു ചൂട് റൈസ് നല്ല ചൂടുള്ളതുകൊണ്ട് നമുക്ക് 5 മിനിറ്റുള്ളിൽ നമ്മൾ പരിപാടിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്ക് ദമ്മൊക്കെ പൊട്ടിച്ച് നമുക്ക് സെർവ് ചെയ്ത് തുടങ്ങാം. അങ്ങനെയാണ് നമ്മുടെ അടിപൊളി ബിരിയാണി. ഇത് നമ്മൾ വെജിറ്റബിൾ ബിരിയാണിക്ക് ആരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ചിക്കൻ ദം ബിരിയാണി ദം പൊട്ടിക്കുന്നത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബിരിയാണി ഏകദേശം കാണാം നല്ലപോലെ സെറ്റായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമ്മളെ ആയിട്ട ഇലയും മറ്റേ ഫ്രൈഡ് ഓണിയനൊക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു മണം അങ്ങനെ പൊളിക്കുമ്പോൾ വരുന്നുണ്ട്. ആ വറുത്ത ചിക്കൻ്റെ ആ ഉള്ളിയുടെയും ആ ചിക്കൻ കറിയും ആ ചോറും നെയ്യും എല്ലാം കൂടെ ഇങ്ങനെ കൊതിപ്പിക്കുന്ന മണം എന്ന് പറഞ്ഞാൽ ബിരിയാണിക്കുള്ളതാണ് കൊതിപ്പിക്കുന്ന മണം. നമ്മൾ ചോറൊക്കെ കറക്റ്റ് വന്നിട്ടുണ്ട്, ഒറ്റയായിട്ട് വിട്ട് നിൽപ്പുണ്ട്, ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് നമ്മൾ ബിരിയാണി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ടേസ്റ്റ് ചെയ്യുക, കഴിക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ പപ്പടം, അച്ചാർ, സാലഡ്, ചമ്മന്തി അങ്ങനെ എന്തും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ റിച്ചാക്കാൻ പറ്റുന്ന എന്തും കഴിക്കാം. അപ്പോൾ നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിനോടും കൂടെ നിങ്ങൾ ഒരവസരം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും അവസരം കിട്ടും ഇതേപോലെ ഒരു ബിരിയാണി വീട്ടിൽ ചെയ്ത് നോക്കാം. പൊളിയായിട്ട് ഇഷ്ടപ്പെടും, 100% ഗ്യാരണ്ടിയാണ്. ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് അടിപൊളി ബിരിയാണി. ഒരുപാട് പണിയൊന്നും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ഇതേപോലെ ഒരു ബിരിയാണി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നിങ്ങളെ കമൻറ്റ് അറിയിക്കുക. അതിന് മുന്നേ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. കുറച്ച് റൈത്ത എടുത്ത് വെച്ച് ഒരു ചിക്കൻ പീസും കണ്ടോ, ഇതെല്ലാം അലിഞ്ഞ് പോകുന്ന ചിക്കൻ പീസാണ്. ചിക്കൻ പീസ് എടുത്ത് വെച്ച് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഓഹോ, എന്താ സുഖം. അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ചിക്കൻ ബിരിയാണി ഉറപ്പായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഫാമിലി ഗെറ്റ് ടുഗദറിനും ഒരു വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് സെക്ഷനിൽ കമൻറ്റുകൾ അറിയിക്കും. നമുക്കത് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.